പിന്നെ ഒരു കാര്യമുണ്ട്, തെറ്റൊക്കെ ചെയ്തിട്ട് ഉമ്മ പുറത്തു തരണേ എന്ന് പറഞ്ഞ് കാലൊക്കെ വീണിട്ട് ഉമ്മനോട് പൊറുക്കലിനെ ചോദിച്ചാൽ ഒരുപക്ഷെ ഉമ്മ പുറത്തു തന്നു എന്ന് വരും. ഉമ്മ പുറത്തു തന്നു എന്ന് വിചാരിച്ചാൽ അള്ളാഹ് അത് പൊറുക്കണമെന്ന് നിർബന്ധമല്ല. അത് മനസ്സിലാക്കണം. മനുഷ്യന്മാരോട് ദുൽമ ചെയ്യുക. ഇവിടെ ഹജ്ജിന് ഉംറക്കോ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു നാടകം പോയിട്ട് വന്നിട്ട് കാണിച്ചു തരാം. ആ സമയത്ത് ഇങ്ങനെ പറയും, എന്നാ പുറത്തരണേ, പിന്നെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കി തരണേ. ഇപ്പൊ ടെക്സ്റ്റ് വിടലാണ്, നേരിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ ഇങ്ങനെ എഴുതി വിടും. അപ്പൊ കാണുന്ന ഒരു വിഷയം, ഇനി ഒരാൾ പുറത്തു കൊടുത്തു എന്ന് വിചാരിക്കുക, നിങ്ങൾ കാര്യമായൊരു മനുഷ്യനെ ദ്രോഹിച്ചു, വല്ലാണ്ട് പ്രയാസപ്പെടുത്തി, കല്യാണം നടക്കാതെ വിഷമിച്ചുക്കുമ്പോൾ ആ കുട്ടിന്റെ കല്യാണം മുഴുവൻ അങ്ങാടി നിന്നും മുടക്കി വിട്ടിട്ടുണ്ട്. ഇതൊക്കെ പടച്ചോൻ പുറത്തരണമെന്ന് ഒരു നിർബന്ധമല്ലേ? ആ മനുഷ്യന്റെ വിശാല മനസ്സുകൊണ്ട് അയാൾ പുറത്തു തന്നേക്കാം, പക്ഷെ അള്ളാഹു പൊറുക്കണമെന്ന് നിർബന്ധമല്ല. അള്ളാഹുവിന് അതിന്റെ പേരിൽ നിങ്ങളെ ശിക്ഷിക്കാൻ അവകാശമുണ്ട്. നമ്മൾ പറയില്ല പുറത്തുകൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ ദുൽമും ചെയ്തിട്ട് നമ്മൾ പുറത്തുകൊടുത്ത് പോലും ഇങ്ങനെ വിലസേ അള്ളാഹ് അവർക്ക് ഇങ്ങനെ റഹ്മത്ത് ചെയ്യണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. നിങ്ങൾ പുറത്തു കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ ഖൈർ അല്ലാഹ് തരും. അത് വലിയൊരു ഹസനത്തിൽ വലിയൊരു നന്മയാണ്. നമ്മളോട് ദുൽമ ചെയ്തവർക്ക് നമ്മൾ മാപ്പാക്കി കൊടുക്കാൻ നമ്മൾ പുറത്തു കൊടുക്കും. അള്ളാഹ് പൊറുക്കോ? പൊറുക്കണം നിർബന്ധമല്ല.